നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കേന്ദ്ര സർക്കാർ ബീഹാറിലേക്ക് വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രധാന വിഷയം. RJD നേതാവായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് വൻ തോതിലുള്ള പണമൊഴുക്ക് ബീഹാറിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ്. BJP ആഗ്രഹിക്കുന്നത് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള അട്ടിമറി ശ്രമമായിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്നതെങ്കിൽ ബീഹാറിൽ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് തേജസ്വിയുടെ വെളിപ്പെടുത്തൽ. ലാലു പ്രസാദ് യാദവിനെ ജയിലിലടച്ചവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കോർപ്പറേറ്റ് അഴിമതിയും വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പും നടത്തിയിട്ടും അവരെയൊക്കെ സംരക്ഷിച്ച് അവരിൽ ഒരാളായി നിൽക്കാനാണ് ശ്രമം. ഇത് തേജസ്വി കേന്ദ്ര സർക്കാരിന് നേരെ മുഖത്ത് നോക്കി പറയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ സെബി ചെയർപേഴ്സണായിരുന്ന മാധവി പുരിബച്ച് ഉൾപ്പെടെ ഉള്ള സംഘം എത്രത്തോളം കോർപ്പറേറ്റ് അഴിമതിക്ക് കൂട്ടുനിന്നു എന്നുള്ളത് ഓരോ ദിവസവും കഴിയുമ്പോഴും വെളിപ്പെട്ടു വരികയാണ്. അവരെ സംരക്ഷിക്കാൻ ജുഡീഷ്യൽ സംവിധാനം എങ്ങനെയൊക്കെ അട്ടിമറിക്കാം എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള നീക്കം. ബീഹാർ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതിനായി കേന്ദ്ര സർക്കാർ അവരാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ക്രമക്കേടുകളും നടത്തും എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. ക്രമക്കേടുകളിൽ ഏറ്റവും പ്രധാനം പണമൊഴുക്ക് തന്നെയാണ്. അനധികൃതമായ പണമൊഴുക്ക്. അന്വേഷണ ഏജൻസികൾ കയ്യിലിരിക്കുമ്പോൾ അവരുടെ ആരുടെയും ശല്യമുണ്ടാകില്ലല്ലോ. എന്നാൽ പ്രതിപക്ഷത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ കണക്കിൽപ്പെടാത്ത 1 രൂപയെങ്കിലും കണ്ടെത്തിയാൽ അവർ ഏതു ദൂരവും താണ്ടി അവിടെ എത്താൻ പ്രത്യേക കഴിവ് തന്നെയാണ്. അത് സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. BJPയോ ആ മുന്നണിയിലെ സഖ്യകക്ഷിയോ ആയാൽ അവർക്ക് പിന്നെ ഭയക്കേണ്ട കാര്യമേ ഇല്ല. അവർ സഖ്യകക്ഷിയാണെന്ന് അന്വേഷണ ഏജൻസികളോട് പറയേണ്ട താമസം അവർ വാലും ചുരുട്ടി സ്ഥലം വിടുന്ന പതിവാണ് കാണുന്നത്. ഇത്രയും ലജ്ജാവഹമായ ഒരു നടപടി മറ്റൊരു രാജ്യത്തും ഇല്ല എന്നുള്ളത് ഓർക്കണം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ഒരു വേദിയാക്കി BJP തുടക്കം മുതലേ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭരണം പിടിച്ചെടുക്കാൻ എന്ത് അസാൻമാർഗിക പ്രയോഗം നടത്തും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തേജസ്വി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പോലും അവിടുത്തെ 10 കോടിയിലധികം വരുന്ന വോട്ടർമാരെ വിശ്വസിച്ച് RJD കളത്തിലിറങ്ങുകയാണ്. 80-ൽ പരം സീറ്റുകൾ BJPക്കുണ്ട്. ഐക്യജനതാദളും BJP ചേർന്നാണ് ഭരണം നടത്തുന്നത്. എന്നാൽ RJDക്ക് പ്രതീക്ഷ യുവ വോട്ടർമാരിലാണ്. അവരുടെ വോട്ട് മറിഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ മഹാഗഠബന്ധന് കഴിയും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.